ഇരിക്ക്. ഇങ്ങനെ ഉറക്കമുളച്ച് വെയിറ്റ് ചെയ്തിരിക്കണമെന്നൊന്നുമില്ല. അത്ര ഓർത്തഡോക്സ് ചിന്താഗതിയൊന്നും എനിക്കില്ല. ഉറക്കം വന്നാൽ ഉറങ്ങണം. ഞാൻ വന്നേ ഉറങ്ങൂ എന്നൊക്കെ വിചാരിച്ചാൽ അത് രണ്ടാക്കും ബുദ്ധിമുട്ടാവും. ഉറക്കം വന്നില്ല, അതാ ഞാൻ. എന്താ ഉറക്കം വരാത്തത്? അറിയില്ല. മനസ്സ് ശാന്തമാണെങ്കിൽ ഉറക്കം താനേ വരും. മറിച്ച് മനസ്സിൽ നിറയെ ചിന്തകളായാലോ പ്രയാസമാണ്. എന്തൊക്കെയായിരുന്നു ചിന്തകൾ? എഴുതാൻ പോകുന്ന പുതിയ ചെറുകഥ? ഞാൻ അതൊന്നും ആലോചിച്ചില്ല. അല്ല, എന്നോട് പറയാവുന്നതാണെങ്കിൽ പറയാം. പ്രസാദേട്ടനോട് പറയാൻ വയ്യാത്തതായി എനിക്കെന്താ ഉള്ളത്? ഞാൻ ആലോചിച്ചത് എൻ്റെ വീടിനെ പറ്റിയ. അച്ഛൻ, അമ്മ, ബാബു, യമുന, അവരെ പറ്റിയൊക്കെ. ദാറ്റ്സ് നാച്ചുറൽ. ആർ യു ഹാപ്പി? ഏ, തനിക്ക് സന്തോഷമായില്ലേന്ന്? തൻ്റെ വീട്ടിൽ പോയതിൻ്റെ റിയാക്ഷനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. സന്തോഷായി, ഒരുപാട് സന്തോഷായി. പക്ഷേ. എന്താ ഒരു പക്ഷേ? ഒരു ദിവസമെങ്കിലും അവിടെ താമസിക്കായിരുന്നു. ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും കാലം താൻ അവിടെ തന്നെയല്ലേ താമസിച്ചത്. ഇനി എന്താ ഒരു പുതുമ? അയാൾക്ക് എന്താ ജോലി? ആർക്ക്? നമ്മൾ വഴിയിൽ വെച്ച് കണ്ട ആൾക്ക്. തന്റെ അയൽക്കാരന്. പ്രേമിന്റെ കാര്യാണോ? അതെ. പ്രേം ഒരു വീഡിയോ ഷോപ്പ് നടത്തുക ടൗണിലെ. ഡ്രീംസ്. എന്തോന്ന്? ഡ്രീംസ് എന്ന ഷോപ്പിന്റെ പേര്. എന്താ ചോദിച്ചത്? വെറുതെ ചോദിച്ചതാ. അല്ല, ഉറങ്ങണ്ടേ? വന്ന്. ഭാഗ്യച്ചേച്ചി, കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാല് പെമ്പിള്ളാര് സർവവും മറന്നുപോകുന്നു കേട്ടിട്ടുണ്ട്. എന്നാലും ഇതുപോലൊരു മറവി ഞാൻ ആദ്യമായിട്ട് കാണുക. വീടിന്റെ മുമ്പിൽ കൂടെ പൊടിയും പറത്തി പോയിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കണമല്ലോ. ആന്റിയുടെ വീട്ടിൽ കയറണമെന്ന് ചേച്ചിയോട് പറഞ്ഞതാണല്ലോ. അത് ശരി. പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് മറന്നതാണോ? കഷ്ടം തന്നെ. എന്നാലും സുമിത്രയുടെ ഭാഗത്തുനിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രസാദിന് എന്തോ തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അവര്. ചുമ്മാ മുടന്തന്യായം പറയല്ലേ ചേച്ചി. എത്ര തിരക്കായാലും ഒന്ന് കാറ് നിർത്തേ ഇത്രയും വരെ ഒന്ന് കേറി വന്ന് ഒരു കുശലം ചോദിക്കായിരുന്നല്ലോ. ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ് ചെയ്തില്ലല്ലോ സുമിത്ര. എന്താ, ഭർത്താവിനെ പരിചയപ്പെടുത്താതിരിക്കാനും മാത്രം മോശക്കാരാണോ ഞങ്ങള്? ഞാൻ വിളിച്ച് വിവരം ചോദിക്കാം. അയ്യോ, ഇനി നമുക്ക് വേണ്ടി ആരോട് സംസാരിച്ച് മുഷിയണ്ടായേ. സമ്മർദ്ദം ചെലുത്തി ആരെ എവിടേക്ക് വിടുകയും വേണ്ട. കല്യാണത്തിന്റെ അന്ന് ഞാനും പ്രേമന്റെ അച്ഛനും പ്രേമനെയൊക്കെ കഷ്ടപ്പെട്ടതറിയാമല്ലോ. അതെങ്കിലും ഒന്ന് ഓർക്കായിരുന്നു. ആന്റി, ഈ വാശിക്ക് ആന്റി ഇനി സുമിത്രേച്ചി കണ്ട മിണ്ടണ്ട. നമ്മള് മിണ്ടുന്നില്ലേ? ദേ, മിണ്ടിട്ടിനി ഭർത്താവിന്റെ സ്റ്റാറ്റസ് പോയാലോ? അവരിവിടെ വിരുന്ന് വന്നായിരുന്നോന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോ ഞാനങ്ങ് ചൂളി പോവാ. ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നതാണെന്ന് അവർക്കൊക്കെ അറിയാമല്ലോ. സാരമില്ല, ഞാൻ അവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കാം. ക്ഷമ? അങ്ങനെ ഒരു വാക്കുള്ളത് ഏതായാലും നന്നായി. എന്നോടെന്തിനാ ഭാഗ്യച്ചേച്ചി ക്ഷമ ചോദിക്കുന്നേ? അതിന് മാത്രമുള്ള സ്റ്റാൻഡേർഡ് ഒന്നും എനിക്കില്ല. അമ്മേ, പോയിട്ട് ഒരുപാട് ജോലിയുള്ളതല്ലേ.
എന്നാ ശരി. ഉം. കുറെ നേരമായല്ലോ ആ പത്രം വായിച്ച് പഠിച്ചു കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ. ഓ പിന്നെ മോളെ ന്യായീകരിക്കാൻ നിക്കുക, എന്നിട്ടൊരു ക്ഷമ പറച്ചിലും. ഏതമ്മ ഏത് മോളെ ന്യായീകരിച്ചു എന്നാ? വേറെ ആരാ? ഭാഗ്യ ചേച്ചി. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? വഴിയെ പോയവരെ തടഞ്ഞു നിർത്തി കുറ്റപ്പെടുത്തുക? അതേടാ, കുറ്റപ്പെടുത്തും, ഇനിയും കുറ്റപ്പെടുത്തും. ഓ സ്വന്തം വീട്ടിൽ മാത്രം ഒന്ന് തല കാണിച്ച ഒരു പോക്കാ. ഈ കണക്കിന് ദിവസങ്ങൾ കഴിഞ്ഞാ അച്ഛനെയും അമ്മയും വരെ ഓർക്കില്ലല്ലോ അവള്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാ. അതിലിടപെട്ട് അമ്മയുടെ വില എന്തിനാ കളയുന്നേ? അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ദാക്ഷായണി. എല്ലാരും പറയുന്നതിൽ കാര്യമുണ്ട്, ഞാൻ പറയുന്നതിലല്ലേ കാര്യമില്ലാതുള്ളൂ. അവള് പറയുന്നതിലും കാര്യമുണ്ട്. അച്ഛാ, ദേ, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കേറിയിട്ട് പോവായിരുന്നു. അത് സുമിത്ര മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവളുടെ ഹസ്ബൻഡോട് സമ്മതിക്കണ്ടേ? ഓ, ഹസ്ബൻഡ്. വേറെ ആർക്കും ഹസ്ബൻഡ് ഇല്ലല്ലോ. അവളെ മനഃപൂർവ്വം കേറാതിരുന്നതാ. നമ്മള് പരിഷ്കാരത്തിന് പറ്റില്ലല്ലോ. ഓ, എന്നാലും ഇത്ര പിടിയെന്ന് ഇങ്ങനെ മാറുമോ മനുഷ്യര്? എന്റെ അമ്മയൊന്നും മതിയാക്കുന്നുണ്ടോ ഈ വായ്ത്താരി? മതി വായിച്ചത്. ഹേയ്. ആ എൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈശ്വരനോട്? എന്തു പറ്റിയിടോ? തൊഴാൻ പോയ ആളല്ലല്ലോ തൊഴുത് വന്നപ്പോ. അമ്മയുടെ മുഖത്തിന് എന്താ പറ്റിയത് മോളെ? ഒരു കത്തി കൊണ്ടു, മലപ്പുറം കത്തി. കത്തിയോ? ദാക്ഷായണി ആന്റിയുമായിട്ട് ഒരു ചെറിയ ഡയലോഗ് ഉണ്ടായി. ഓ, എന്തായിരുന്നു വിഷയം? സുമിത്ര ചേച്ചിയും പ്രസാദേട്ടനും ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അങ്ങോട്ട് കയറിയില്ല അത്രേ. ഗ്രേറ്റ് മിസ്റ്റേക്ക്, മഹാ അപരാധം. ഇത്രേ ഉള്ളോ? അതെ, തെറ്റ് തന്നെയാ സുമിത്ര കാട്ടിയത്. അവരെ കാണണമെന്ന് ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞു വിട്ടതാ. എന്നിട്ട് ആ ഭാഗത്തേക്കൊന്ന് നോക്കിയത് പോലുമില്ല. നേരെ കാറ് വിട്ടങ്ങ് പോയി. എന്തൊരു കഷ്ടമായി പോയി. എന്ത് കഷ്ടം? ഇനി ഒരിക്കലാകാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആഹാ, അത്രയ്ക്കൊരടുപ്പ് അവരുമായിട്ട് നമുക്കുള്ളോ? പ്രേമിന്റെ അമ്മ ചോദിച്ചു, നീ കേട്ടില്ലേ? അവരാ പോകുന്ന വഴി അങ്ങോട്ടൊന്ന് കയറി 2 കുശലം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴീ പരാതി ഉണ്ടാവുമായിരുന്നോ? ഇത്രയ്ക്ക് വിവരമില്ലാതായി പോയല്ലോ സുമിത്രയ്ക്ക്. ഒരു